ഓൺലൈൻ മജ്‌ലിസ് കേൾക്കുന്നവർ ഈ കാര്യവും കൂടി ശ്രദ്ധിക്കണം. ഉസ്താദിന്റെ വാക്കുകൾ കേട്ടു നോക്കൂ. ഈ ഓൺലൈൻ കാലം, ഈ ഓൺലൈൻ മജ്‌ലിസ് ഒക്കെ വന്നതിന് ശേഷമാണ് ഹദ്ദാദ് അലി യൂട്യൂബിലോ ഒക്കെ ചെല്ലാൻ തുടങ്ങിയത്. പെട്ടെന്നായിട്ട് നെറ്റ് കട്ടായാൽ യാ ഫാരിജൽ ഹമയ കാശ് നെറ്റ് കട്ടായി തീർന്നല്ല, ഇനി ബാക്കി ഹദ്ദാദ് ഉണ്ടാവില്ല. യൂട്യൂബ് നോക്കിയിട്ട് ഹദ്ദാദ് അല്ലേ. ഇതാണോ ഇന്നലകളിൽ ഉമ്മമാർ പഠിപ്പിച്ചെന്ന്? ഏതെങ്കിലും ഒരു അതിഥി വന്നാൽ ഓർക്ക് ആ മജ്‌ലിസ് കഴിയണം, ആ അതിഥിനെ പരിഗണിക്കണം. ഇതാണോ ഇസ്ലാം പഠിപ്പിച്ചെന്നേക്കണത്? വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുന്ന. അവർ വിചാരിക്കും അവർ ചെയ്യുന്നത് വലിയ ഇബാദത്താണ്. ആഖിറത്തിലെത്തുമ്പോൾ തലമണ്ടക്ക് അടിയിട്ടു. സുന്നത്തിനേക്കാൾ പ്രാധാന്യം ഫർളിന് കൊടുക്കണം. ഫർളില്ലാണ്ട് സുന്നത്ത് ചെയ്താൽ, ഇപ്പം അജ്മീറിൽ ഒരാൾ ഓക്ക എറണാകുളം ഓക്ക എക്സ്പ്രസ്സിലോ മരുസാഗറിലോ ട്രെയിനിൽ പോകുന്നു, ഓൻ ഫർളൊന്നും നിസ്കരിക്കുന്നില്ല, ഓൻ എന്തിനാ അജ്മീറിൽ പോകുന്നു? ആയിരക്കണക്കിന് സുന്നത്ത് ചെയ്താലും ഒരു ഫർളിന്റെ സ്ഥാനത്തെത്തോ? ഇല്ല. മഹറമില്ലാണ്ട് ഉംറക്ക് പോവുക, മഹറമില്ലാണ്ട് ഉറൂസ് സിയാറത്തിന് പോവുക, അത് റൗള സിയാറത്താണെങ്കിൽ തന്നെ ഇസ്ലാമിൽ കടുത്ത തെറ്റല്ലേ? മക്കത്തുനിന്ന് വളരെ അടുത്ത സ്ഥലമല്ലേ ഇഹ്റാം കെട്ടേണ്ട ഏറ്റവും നിയറസ്റ്റ് പ്ലേസ് ആണ് തൻഈം. തൻഈമിന് 3 പ്രത്യേകത ഉണ്ട്. ഒന്ന്, ആയിഷ ബീവി ഇഹ്റാം കെട്ടിയ സ്ഥലം, അതുകൊണ്ടാണ് അടുത്ത പള്ളിക്ക് മസ്ജിദ് ആയിഷ എന്ന് പേര് വന്നത്. രണ്ടാമത്തെ ഹുബൈബ് ബിൻ അദീ റളിയല്ലാഹു അൻഹുവിനെ തൂക്കിക്കൊന്ന സ്ഥലമാണത്. ആവട്ടെ, എൻ്റെ വിഷയത്തിലേക്ക് കിടക്കാം. അടുത്ത സ്ഥലത്തേക്ക് ആയിഷ ബീവിക്ക് ഇഹ്റാം കെട്ടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞേക്കുമ്പോൾ കുറച്ചപ്പുറത്തുള്ള സ്ഥലമാണേ. അന്നേരം ആയിഷ ബീവിൻ്റെ കൂടെ അബ്ദുറഹ്മാൻ എന്ന സഹോദരനെ വിളിച്ചിട്ട് കൂടെ പോകാൻ പറയുന്ന കണ്ടിട്ടില്ലേ? എന്തിന്? മഹറം കൂടെ വേണമെന്ന്. ഉമ്മമാർക്ക് ശ്രദ്ധ ഉണ്ടാവും. അതൊക്കെ ശ്രദ്ധിക്കുമ്പോഴല്ലേ നമ്മളെ ജീവിതം ജീവിതാവുക. ഫർള് ശരിക്ക് പാലിക്കണം, ഫർള് പാലിക്കണം. സുന്നത്ത് എത്ര ഉണ്ടായാലും ഒരു ഫർളിന്റെ സ്ഥാനത്തെത്തൂല. ഇപ്പോൾ ഒരാൾ ഒരു ഫർള് നിസ്കാരം ബാക്കിയായിരിക്കാൻ മരിച്ചു, 70,000 തഹ്ലീലും 25 പോത്തും അറുത്തിട്ട് അയാളുടെ ആണ്ട് പരിപാടി നടത്തിയാൽ ഈ ഫർളിന്റെ പകരാവൂല. ആവൂലേ? നമ്മൾ ശ്രദ്ധിക്കണം.